AI, ChatGPT and AI. ഇതാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും ഏത് വീഡിയോ എടുത്താലും ഏത് കമ്പനികളുടെ പ്രസന്റേഷൻ എടുത്താലും കേൾക്കുന്ന വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ക്രിപ്റ്റോ ബുൾറണ്ണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നരേറ്റീവാണ് AI. അതിന് കാരണം ChatGPTയോട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഗൂഗിളിന്റെ ബ്രാഡും അതുപോലെ തന്നെ ഇലാൻ മസ്കിന്റെ ഗ്രോക്കും ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് ക്രിപ്റ്റോയുടെ ഏറ്റവും അധികം വലിയ സപ്പോർട്ടറായ ഇലാൻ മസ്ക് AI പ്ലാറ്റ്ഫോമുകളുമായിട്ട് വരുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് അതിന്റെ പ്രൊമോഷന്റെയും മറ്റു ഭാഗങ്ങളായിട്ട് പുള്ളി AI സെക്ടറിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2024 ബുൾറണ്ണിൽ വളരെയധികം അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു സെക്ടറാണ് AI. ഏതൊക്കെ കോയിനുകളാണ് ക്രിപ്റ്റോയിൽ AI പ്രൊജക്റ്റുകളുമായി നടക്കുന്നത്? ഏറ്റവും നല്ല 7 പ്രൊജക്റ്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. If you want to know more details, let's dive into the video along with me, Febin Andrews. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, AI നരേറ്റീവിൻ്റെ കൂടെ പൊതുവെ പറയപ്പെടുന്ന എല്ലാ ക്രിപ്റ്റോ കറൻസികളും ആക്ച്വലി AI അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം AI നരേറ്റീവ് വന്നാൽ പ്രൈസ് അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള കോയിനുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ AI നരേറ്റീവിന് പൊതുവെ പറയുന്ന 7 നല്ല കോയിനുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് എന്താണെന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. പേ അറ്റൻഷൻ, എല്ലാ കോയിനും AI അല്ല. ഓക്കെ, ഒന്നാമത്തെ കോയിൻ സിംഗുലാരിറ്റി നെറ്റ്. സിംഗുലാരിറ്റി നെറ്റ് ആണ് ക്രിപ്റ്റോയിൽ AI സെക്ടറിൽ ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റ്. ഏകദേശം 2018 കാലഘട്ടങ്ങളിൽ തന്നെ ഇതുണ്ട്. ഈ പ്രൊജക്റ്റാണ് AI സെക്ടറിൽ ലീഡിംഗ് പ്രൊജക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിൻ്റെ സൃഷ്ടാവ് ബെൻ ഗൊസ്രേലാണ്. അത് മറ്റാരുമല്ല, ഫസ്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ടായ സോഫിയ ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. പറഞ്ഞു വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും കുറേ നാളുകളായി ഉപയോഗിക്കുന്ന ഒരു കമ്പനിയുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് AGI എന്ന് പറയുന്നത്. സിംഗുലാരിറ്റി എന്നുള്ള പ്രൊജക്റ്റിൻ്റെ ടോക്കൺ AGI ആണ്. AGI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നാണ്. അതായത് AI അല്ല, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. AI എന്നുള്ളത് ഒരു പ്രത്യേക സ്കില്ല് മാസ്റ്റർ ചെയ്യാനായിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ കാറുകൾ സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഒരു തരം AI, നാച്ചുറൽ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യാൻ ഒരു AI, അല്ലെങ്കിൽ ഇപ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ടിനാണെങ്കിൽ നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു AI. പക്ഷേ ഇത് പലതരത്തിലുള്ള AI പല കമ്പനികളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ AIകളെല്ലാം പരസ്പരം കണക്ട് ചെയ്യാനുള്ള പ്രോട്ടോകോൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സിംഗുലാരിറ്റി നെറ്റ്. അതുകൊണ്ടാണ് അതിന് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ സിംഗുലാരിറ്റി നെറ്റ് എന്ന് പറയുന്ന പേരിൽ തന്നെ അതിലൊരു ചെറിയ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അതായത് ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പലതരത്തിലുള്ള ടെക്നോളജികളെല്ലാം വളർന്ന് അത് ഹ്യൂമൻ്റെ ഇൻ്റലിജൻസും ഇതും തമ്മിൽ മാച്ച് ആകുന്ന ഒരു സ്റ്റേജിനെയാണ് ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരിലും അതിൻ്റെ ടോക്കണിലും അവരത് വളരെ വ്യക്തമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിലെ AI അല്ല അവർ റെഫർ ചെയ്യുന്നത്. സോ ദേ വാണ്ട് എ സിംഗുലാരിറ്റി AI, അതായത് സിംഗുലാരിറ്റി നെറ്റ് അല്ലെങ്കിൽ അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നാണ് ഈ കൺസെപ്റ്റിൽ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള AIയുടെ റിസൾട്ട്സ് അല്ലെങ്കിൽ ലേൺ ചെയ്തതിൻ്റെ റിസൾട്ട് ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് AGI. രണ്ടാമത്തെ പ്രൊജക്റ്റ് ഫെച്ച് AI എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതും റിലേറ്റീവ്ലി AI തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ പ്രത്യേകത ഷെയർഡ് മെഷീൻ ലേണിംഗ് മോഡലാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവർക്ക് പ്രധാനമായിട്ടും 3 പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. അതിൽ ആക്സിം എന്ന് പറയുന്നത് കമ്പനികൾക്ക് ഡാറ്റ ഷെയർ ചെയ്യുന്നത്, അവരുടെ പ്രൈവസി നഷ്ടപ്പെടാതെ ഡാറ്റ ഷെയർ ചെയ്യുന്നതിനുള്ളൊരു പ്രോട്ടോക്കോളാണ്. റെസനേറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഫീഡ്സ് AI വെച്ച് ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഹാർഡ് കോർ AI അല്ലെങ്കിലും AIയുടെ തലത്തിൽ വരുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഫെച്ച് AI എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രൊജക്റ്റ് റെൻഡർ നെറ്റ്വർക്ക്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്
ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് പവർ ലിവറേജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് GPU മൈനിങ് ഉപയോഗിച്ച് 3D മോഡലിങ്ങിനും ഗെയിമിങ്ങിനും ഒക്കെ വേണ്ടുന്ന ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് റെൻഡർ. ആക്ച്വലി ഇത് AI-യുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു നല്ലൊരു AI വരണമെങ്കിൽ നല്ല കമ്പ്യൂട്ടിംഗ് പവർ വേണം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ലാപ്ടോപ്പിൻ്റെയും GPU-ൻ്റെയും ഒക്കെ കമ്പ്യൂട്ടിംഗ് പവർ എങ്ങനെ ഷെയർ ചെയ്യാം, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് മാനറിൽ എങ്ങനെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ GPU-ൻ്റെ കമ്പ്യൂട്ടേഷണൽ പവർ ഷെയർ ചെയ്യുന്നതിന് നമുക്ക് എങ്ങനെ ഒരു റവന്യൂ ഉണ്ടാക്കാം, അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റാണ് റെൻഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് നോട്ട് ആക്ച്വലി ആൻ AI പ്രൊജക്ട്. അടുത്ത ടോക്കണിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഇത്തരത്തിലുള്ള നല്ല കോയിനുകളുടെ, പുതിയ കോയിനുകളുടെ ഡിസ്കഷൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ കോയിനുകളും 5 ഇരട്ടിയും 10 ഇരട്ടിയും ഓൾറെഡി ഇംപ്രൂവ്ഡ് ആയി കഴിഞ്ഞു. ഒട്ടും സമയം കളയാതെ TG ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അത്തരം ആൽഫകൾ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നത് മാത്രമാണ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫ്രീ. സോ ദ ക്ലോക്ക് ഈസ് ടിക്കിംഗ്. ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. ജോയിൻ ഓവർ ദർ ആൻഡ് സീ യു ദർ. നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഓഷൻ പ്രോട്ടോകോൾ ആണ്. ഇതും ആക്ച്വലി ഒരു AI പ്രൊജക്റ്റ് അല്ല. പക്ഷേ AI നറേറ്റീവിൻ്റെ കൂടെ പൊന്താൻ സാധ്യതയുള്ള ഒരു വളരെ നല്ലൊരു ടോക്കണാണ്. ഇവർ ആക്ച്വലി ഡാറ്റ മാർക്കറ്റ് പ്ലേസ് ആണ്. അതായത് നമ്മുടെ അടുത്ത് ലോട്ട് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ മെഷീൻ ലേണിംഗ് അഥവാ AIക്ക് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും മോഡലുമാണ് ഓഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ എക്സ്ചേഞ്ചുകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടോക്കണിൻ്റെ പെർഫോമൻസിൻ്റെ, പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ ഡാറ്റ വർഷങ്ങളോളം ഉണ്ടാകും. അപ്പോൾ ആ ഡാറ്റ അവർക്ക് ഏതെങ്കിലും ഒരു മെഷീൻ ലേണിംഗ് കമ്പനിക്ക് വിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലേക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഈ എക്സ്ചേഞ്ചിന് ഓഷൻ പ്രോട്ടോകോളിൻ്റെ സൈറ്റിൽ അത് വിൽക്കാൻ വെക്കാം. ആ ഡാറ്റ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് ഒരു ചെറിയ റവന്യൂ എക്സ്ചേഞ്ചിന് ഉണ്ടാക്കാൻ പറ്റും. സോ AIക്ക് വേണ്ടുന്ന ഡാറ്റ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഓഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് ഡാറ്റ മാർക്കറ്റ് പ്ലേസ് ആണ് ആക്ച്വലി, നോട്ട് ആൻ AI പ്രൊജക്ട്. ഈ ലിസ്റ്റിലെ അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത് അല്ലീത്തിയ ആണ്. ഇത് ആക്ച്വലി നോട്ട് ആൻ AI പ്രൊജക്ട്, പക്ഷേ ഇതൊരു ഇന്ററാക്റ്റീവ് NFT-യും ക്യാരക്ടർ GPT-യും ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് ChatGPT-യുടെ പോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ജനറേഷൻ ഓഫ് ഇമേജ് ഫ്രം ടെക്സ്റ്റ്, അതിനാണ് നമ്മൾ ക്യാരക്ടർ GPT എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് അല്ലീത്തിയ എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഉദ്ദേശം ഇത്രയും കൂടി AI ബേസ്ഡ് NFTസും മെറ്റാവേഴ്സും ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള NFT ആൻഡ് മെറ്റാവേഴ്സ് ജനറേഷൻ ആണ്. അതിനുവേണ്ടി അതിൻ്റെ ബാക്ക് എൻഡിലാണ് അവർ AI ഉപയോഗിക്കുന്നത്. അഗെയിൻ AI നരേറ്റീവിൽ പെടുന്ന വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്, പക്ഷേ നോട്ട് ഹാർഡ് കോർ ഇൻ ടു AI. അടുത്ത പ്രൊജക്റ്റ് ബിറ്റൻസർ അല്ലെങ്കിൽ ടാവ്. ബിറ്റൻസർ ടാവ് എന്നാണ് നമ്മൾ ജനറലി പറയാറുള്ളത്. ആക്ച്വൽ AI സെക്ടറിൽ റിലേറ്റീവ്ലി നല്ലതും ഹാർഡ് കോറും ആയിട്ടുള്ള AI, അതായത് എൻ്റെ അഭിപ്രായത്തിൽ AGI SingularityNET കഴിഞ്ഞാൽ ടെക്നോളജിക്കലി നെക്സ്റ്റ് AI ഉള്ളത് ബിറ്റൻസർ ആണ്. ഈ ബുള്ളിൽ തുടക്കത്തിൽ തന്നെ നല്ല റിട്ടേൺസ് വന്ന് നല്ല ഹൈപ്പിൽ നിൽക്കുന്ന കോയിനാണ്. ഇറ്റ്സ് റണ്ണിങ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എപ്പോഴും ഓൾ ടൈം ഹൈയിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് മെഷീൻ ലേണിങ്ങിന് ഇൻസെൻറ്റിവൈസ് ചെയ്യുക. അതായത് ആക്ച്വൽ മെഷീൻ ലേണിങ്ങിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റിവൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അതായത് ആക്ച്വൽ AI പ്രൊജക്ട്, ദ റിയൽ ഒറിജിനൽ AI പ്രൊജക്ട് എന്ന് പറയുന്നത് ബിറ്റൻസർ ടാവ് തന്നെയാണ്. മെഷീൻ ലേണിങ്ങിനും പ്രൊഡിക്ഷൻസിനും മോഡലിനും ഒക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രൊജക്റ്റാണ് ഒറായ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഒറാക്കിൾ പ്രൊജക്റ്റാണ്. ഒറാക്കിൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RWAയിൽ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയിൻ വേൾഡിനെയും റിയൽ വേൾഡിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഡാറ്റയുടെ വാല്യൂ ഇങ്ങോട്ട് എത്തിക്കുന്ന ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിനെ ജനറലി പറയുന്ന കാറ്റഗറിയാണ് ഒറാക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒറാക്കിൾ ഫീഡ്സിൽ AI ഉപയോഗിച്ചിട്ട് ബാഡ് ക്യാരക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനും അതിനെ ക്യൂറേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു പ്രൊഡക്റ്റാണ് ഒറായ് ചെയിൻ എന്നുള്ളത്.
അപ്പോൾ again, this is also not a completely AI product. Their main product is acting as a oracle chain. Oracle chainന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ബാക്ക് എൻഡിൽ AI ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷേ AI നെറേറ്റീവിന്റെ കൂടെ അതേ മൂവ്മെന്റിൽ നന്നായിട്ട് റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള കോയിനുകളിൽ ഒന്നാണ്. അടുത്ത ബുൾറണ്ണിൽ ഏറ്റവും അധികം തരംഗമാവാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് AI സെക്ടർ എന്ന് നിങ്ങൾക്കറിയാം. ആ സെക്ടറിൽപ്പെട്ട നല്ല 7 കോയിനുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓൾസോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്. ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഏരിയയിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്ലീസ് മെൻഷൻ യുവർ ക്വസ്റ്റ്യൻസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആവശ്യത്തിനായി കഴിഞ്ഞാൽ നമുക്കൊരു ലൈവ് വീഡിയോ വെക്കുകയോ അല്ലെങ്കിൽ വീഡിയോ രൂപത്തിൽ തന്നെയോ എല്ലാ ക്വസ്റ്റ്യനുകളും ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത് ഗ്രൂപ്പിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആണ്. പലർക്കും പല സംശയങ്ങളുമുണ്ട്. ചെറിയ വീഡിയോയിൽ അത് പറയുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് ക്വസ്റ്റ്യൻ ആൻസർ ഫോമിൽ കളക്ട് ചെയ്തിട്ട് ഒരു ലൈവ് തുടങ്ങാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഫോമിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട്.